Thank you, Gigi, for the melodious song. അടുത്തതായി ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ്. വേദിയിൽ സുപ്രിയ അൽഫോൺസ ടോമി, മിന്ന മരിയ ടോമി, തേജ തെരേസ ടോമി. സ്വരമുയർത്താമോ ആമേൻ പറയാമോ ഒന്ന് സ്വരമുയർത്താമോ തുതിച്ചു പാടാമോ ഒന്ന് കരമുയർത്താമോ ആമേൻ പറയാമോ ഒന്ന് സ്വരമുയർത്താമോ തുതിച്ചു പാടാമോ നന്മകൾ കാണാമോ നേരിൻ പാതകൾ തേടാമോ നേർവഴി കാട്ടി നയിക്കും നാഥനു നന്ദിയതേകാമോ മനമുയരട്ടെ സ്വരമുയരട്ടെ തത്തുകൾ കൊണ്ടാം തമ്പുരുമീട്ടാം കരഘോഷത്താൽ ആനന്ദത്താൽ നാഥനെ വാഴ്ത്തിടാം മനമുയരട്ടെ സ്വരമുയരട്ടെ തത്തുകൾ കൊണ്ടാം തമ്പുരുമീട്ടാം കരഘോഷത്താൽ ആനന്ദത്താൽ നാഥനെ വാഴ്ത്തിടാം
கிருபையை கொண்டாடுவேன். மச்சானே எனக்காக தான் நான் வாழ்கிறேன் அவரால தான். மச்சானே எனக்காக தான் நான் வாழ்கிறேன் அவரால தான். மாத்து மாத்து கிருபை தான் மாத்து ஏற்று ஏற்று என்னுடைய மூச்சு. மாத்து மாத்து கிருபை தான் மாத்து ஏற்று ஏற்று என்னுடைய மூச்சு. என்ன ரத்தம் சிந்தி மீட்டாரு, பாவங்களை சாபங்களை சுமந்தாரே, எல்லாத்தையும் முடிச்சாரு, சிறுமையெல்லாம் முடிச்சாரு, பாவத்தை பேரோட அழிச்சாரு. வறுமையில ரோகமில்ல துக்கமில்ல ஜெயம் பெற்றாரு. மாற்று மாற்று Thank you, Supriya, Minna and Teja for the energetic performance. അടുത്തതായി ആക്ഷൻ സോങ് ആണ്. വേദിയിൽ ദാവീദ് സെബിൻ, ഐറൻ ആൻഡ് ആഗ്നസ് ജോമോൻ. എന്നെ കാക്കുന്ന കാവൽ മാലാഖേ, എന്നെ കാക്കുന്ന കാവൽ മാലാഖേ, എന്നെ കാക്കുന്ന കാവൽ മാലാഖേ, ദൈവകൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമേ. ദൈവകൃപയാൽ നിന്നെ ഭരമേൽപ്പിച്ച എന്നെ ഉപദേശിച്ചു കാത്തു നടത്തേണമേ. എന്നെ കാക്കുന്ന കാവൽ മാലാഖേ, എന്നെ കാക്കുന്ന കാവൽ മാലാഖേ. ഈശോയുടെ നല്ല കുഞ്ഞായിരിക്കാൻ ഇന്നേ ദിനമെന്നെ സഹായിക്കണേ. ഈശോയുടെ നല്ല കുഞ്ഞായിരിക്കാൻ ഇന്നേ ദിനമെന്നെ സഹായിക്കണേ. എന്നെ കാക്കുന്ന കാവൽ മാലാഖേ, എന്നെ കാക്കുന്ന കാവൽ മാലാഖേ.
ആപത്തിൽ നിന്നും ദുസ്വപ്നത്തിൽ നിന്നും എന്നെ കാത്തിടണേ. ഈ രാത്രിയിൽ ആപത്തിൽ നിന്നും ദുസ്വപ്നത്തിൽ നിന്നും എന്നെ കാത്തിടണേ. രാരിരാരീരം രാരീരം രാരോ രാരിരാരീരം രാരീരം രാരോ രാരിരാരീരം രാരീരം രാരോ രാരിരാരീരം രാരീരം രാരോ. Thank you, Agnes, Irene and David for the beautiful performance. അടുത്തതായി ഡുവറ്റ് സോങ് ആണ്. വേദിയിൽ റോഷൻ ജോയൽ ആൻഡ് ഹസി ടോമി. അരുളിയ
Thank you, Roshan and Hasiji, for the energetic song. അടുത്തതായി കഥാപ്രസംഗമാണ്. വേദിയിൽ നോയൽ, മിന്ന ആൻഡ് തേജ. പ്രിയമുള്ള കലാസ്നേഹികളെ, ആദ്യം തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളറാണ്. കൊറോണ യുഗത്തിന് മുമ്പ് ഉള്ളൊരു വാർഷികം. അന്നാണ് ഈ കലാസംഘം ആദ്യമായി ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രോത്സാഹനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ കഥാപ്രസംഗത്തിനും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ അമിതമായി പ്രതീക്ഷിക്കുന്നു. ലോകം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് ഉയരുകയാണ്. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ടിവിയും കുടുംബങ്ങളിൽ മേൽക്കൈ നേടുകയും വിദ്യാഭ്യാസം പോലും ഓൺലൈനായി മാറുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ആധുനിക മാധ്യമങ്ങളെ ദൈവോചിതമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആധുനിക സാങ്കേതിക വിദ്യകളുടെ മഹത്വം ലോകത്തോട് വിളിച്ചു പറയാൻ ദൈവമയച്ച വ്യക്തിയായിരുന്നു കാർലോ അക്വിറ്റസ്. വെറും 15 വർഷം മാത്രം ജീവിച്ച ഈ കൊച്ചു താരകം എപ്രകാരമാണ് ഈശോയുടെ സ്വന്തമായതെന്നറിയാൻ ഈ കൊച്ചു കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ കഥ സൈബർ യുഗത്തിലെ വിശുദ്ധൻ. നാടിൻ പൊന്മകനെ നന്നാകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, ദിവ്യ കാരുണ്യത്തെ പ്രഘോഷിച്ച കാർലോ അക്വിറ്റസ് ന്യൂജൻ വിശുദ്ധനായി വന്നവനെ. നാടിൻ പൊന്മകനെ നന്നാകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, ദിവ്യ കാരുണ്യത്തെ പ്രഘോഷിച്ച കാർലോ അക്വിറ്റസ് ന്യൂജൻ വിശുദ്ധനായി വന്നവനെ. അതിസമ്പന്നനായ മാതാപിതാക്കളുടെ ഏക സന്താനമായി 1991 മെയ് 3 കാർലോ ഭൂജാതനായി അങ്ങ് ഇറ്റലിയിൽ. കടലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, ഇറ്റലിയുടെ സ്വപ്നത്തേറി അക്യൂട്ടസ് ഫാമിലി വന്നേ, കഥ ഇതാ നിങ്ങൾ കേട്ടിടൂ. അതിസമ്പന്നനായിരുന്നെങ്കിലും കുറുമ്പിന് ഒരു ദാരിദ്ര്യവും ഉണ്ടായിരുന്നില്ല നമ്മുടെ കൊച്ചു കാർലോയ്ക്ക്. നിങ്ങൾക്കറിയാവോ, സാധാരണ ഒരു വീട്ടിൽ ഒരു പൂച്ച, ഒരു പട്ടി, 4-5 കോഴികൾ. നമ്മുടെ കാർലോ ഇവിടെയും സമ്പന്നനായിരുന്നു. 5 പട്ടികൾ, കുറേയേറെ പൂച്ചകൾ, അതിലേറെ പൂച്ചകൾ. മറ്റുള്ളവരോട് നന്നായി ഇടപെടുന്ന സൽസ്വഭാവിയായ കൊച്ചു കാർലോ നാട്ടിലും വീട്ടിലും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയ എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ അവൻ എപ്പോഴും റെഡിയായിരുന്നു. ഇവന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നോ? ഒരു ചിരി കണ്ടാൽ മൊഴി കേട്ടാൽ
ഇതിപ്പോ എല്ലാ വിശുദ്ധരുടെയും കഥ പോലെയൊക്കെ തന്നെയാ. നോ, കാർലോ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. കാർലോ കാരണമാണ് അവന്റെ മാതാപിതാക്കൾ വരെ പള്ളിയിൽ പോയത്. ഇത് നേരെ തിരിച്ചല്ലേ? സാധാരണ മാതാപിതാക്കളെ കണ്ടല്ലേ കുട്ടികൾ വളരേണ്ടത്. അതെ, അതും ശരിയാണ്. അത് തന്നെയാണ് കാർലോയെ വ്യത്യസ്തമാക്കുന്നത്. കാർലോയുടെ അമ്മ ആകെ 3 പ്രാവശ്യം പള്ളിയിൽ പോയിട്ടുള്ളൂ. അവരുടെ വിവാഹത്തിനും പിന്നെ അവരുടെ രാജകുർബാന സ്വീകരണത്തിനും കാർലോയുടെ മാമോദീസയ്ക്കും. ആ അമ്മ പറയുന്നത് കേൾക്കൂ: എൻ്റെ മകൻ്റെ ദിവ്യകാരുണ ഭക്തി കണ്ടാണ് ഞാനിപ്പോൾ ഈശോയെ സ്നേഹിക്കുന്നത്. മക്കളെ ഈശോയെ കാണിച്ചു വളർത്തു, അവർ വഴിതെറ്റി പോവുകയില്ല. ദിവ്യകാരുണ്യത്തിൻ മുന്നിൽ അർപ്പണം ചെയ്തവൻ കാർലോ, കുഞ്ഞിളം കയ്യാലെന്നും യേശുവെ ഘോഷിച്ചവൻ. ദിവ്യകാരുണ്യത്തിൻ അത്ഭുതങ്ങൾ ലോകത്തിന് ഷെയർ ചെയ്തു, സ്വർഗത്തിലേക്കുള്ള ഹൈവേ കാട്ടിക്കൊടുത്തു കാർലോ. എടാ, നിനക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ട്? 1. എത്ര മൊബൈൽ ഉണ്ട്? 1. 3 കമ്പ്യൂട്ടർ ഉണ്ട്. നിനക്കോ? എനിക്കല്ല, കാർലോയ്ക്ക്. ക്ഷമിക്കണം, സാങ്കേതിക തകരാറുണ്ട്. അയ്യോ, അപ്പൊ എന്തോരം ഗെയിം ഡൗൺലോഡ് ചെയ്ത് കാണുമായിരിക്കും അല്ലേ? ശരിയാ, ഗെയിമൊക്കെ കളിക്കും, പക്ഷെ ആഴ്ചയിൽ 1 മണിക്കൂർ മാത്രം. ആഴ്ചയിൽ 1 മണിക്കൂർ 1 മണിക്കൂർ മാത്രമാണ് ഗെയിം കളിച്ചത്. ദിവ്യകാരുണ്യ ഭക്തി പ്രഘോഷിക്കാനും ഈശോയുടെ സ്നേഹം എല്ലാവരിലേക്കും എത്തിക്കാനുമായിരുന്നു കാർലോ കമ്പ്യൂട്ടർ യൂസ് ചെയ്തത്. അറിയാമോ, ഒരു വെബ്സൈറ്റ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ടൊരു പ്ലേ സ്റ്റേഷൻ വരെ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഇതുവരെയായിട്ട് ഒരു ഫോൺ പോലും ഇല്ല. കാർലോയുടെ ഫേവറേറ്റ് ഗെയിം ഏതാണെന്നറിയാവോ? ഇല്ല. പോക്കിമോൻ. അത് ശരിക്കും വ്യത്യസ്തനാട്ടോ. വ്യത്യസ്തനാമൊരു കാലോചുറ്റിനെ സത്യത്തിൽ നമ്മൾ അടുത്തറിയണം. റീൽസിന്റെ ലോകത്തിൽ ലയിക്കും യുവത്വം, ഷോർട്സിന്റെ ലേറിയിൽ കുടുങ്ങിയ ബാല്യം തിരിച്ചറിയണമേ 15 കാർലോ. ഇത് കാർലോ, ഇവനൊരു മോഡൽ, റോൾ മോഡൽ. സൈബർ യുഗത്തിൽ വഴികാട്ടും നമ്മുടെ കാർലോ. കാർലോ 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 കാർലോ, ഇത് കാർലോ, ഇവനൊരു മോഡൽ, റോൾ മോഡൽ. സൈബർ യുഗത്തിൽ വഴികാട്ടും നമ്മുടെ കാർലോ. കാർലോ. എങ്ങനെയുണ്ട്? അത് കൊള്ളില്ലായിരുന്നു, സോറി. വെറും 15 വർഷം മാത്രം ജീവിച്ച കാർലോ കിഡ്സിന്റെ ചരിത്രം ഇവിടെ തീരുന്നില്ല. 2006 ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് മരണമടയുന്നതുവരെ വിശുദ്ധ കുർബാനയോട് കാർലോ കാണിച്ച സ്നേഹവും ആദരവും നമുക്കും പിന്തുടരാം. അങ്ങനെ നമുക്കും ഈ ജെൻസി കാലഘട്ടത്തിലെ വിശുദ്ധരാകാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പോലെ, ജീൻസ് ഇട്ട സിനിമ കാണുന്ന, ഗിറ്റാർ വായിക്കുന്ന, 21ാം നൂറ്റാണ്ടിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വിശുദ്ധരെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. നന്ദി. പ്രിയമുള്ള കലാസ്നേഹികളെ, ഈ കയ്യടികളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ പറയുകയാണ്, അടുത്ത വർഷവും ഇതേ പരിപാടി പുനർനിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനായി ടിയെയും ഡിയെയും നൽകി നമ്മുടെ യൂണിറ്റ് ഭാരവാഹികൾ ഞങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുമെന്ന് അമിതമായി പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Noel, Ninna and Teja for the insightful performance. അടുത്തതായി ഒരു സോളോ സോങ് ആണ്. വേദിയിൽ ജെൻസി ജോസഫ്.
പൊന്നണിക്കും കനിവിൻ തീർത്ഥം തരൂ ദേവദൂതരോ വെൺപിറാക്കളാ ചൊരിഞ്ഞുവോ പൊന്നോലീവുകൾ ഞങ്ങൾ താടുമംഗളങ്ങൾ പൂക്കളങ്ങളായി മലരിൻ കൈകളിൽ തേൻകുടം. Thank you, Jensi, for the beautiful song. അടുത്തതായി സെയിന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ അമ്മമാരുടെ ഒരു സംഘനൃത്തമാണ്. വേദിയിൽ നിബി ജോമോൻ, സിമി റോജി, തങ്കമ്മ, ബെറ്റി ജോസ്, നിറ്റ ജോണി ആൻഡ് റോഷൻ ജോയൽ. வார்த்தையாக எங்கள் இயேசுவே மனிதனை மீட்க நீரே மண்ணில் வந்தீரே ஆதியில் வார்த்தையாக எங்கள் இயேசுவே மனிதனை மீட்க நீரே மண்ணில் வந்தீரே இருளில் ஒளியாக எங்கள் வெளிச்சமே வழியாய் வந்த இயேசுவே இருளில் ஒளியாக வந்த எங்கள் வெளிச்சமே வழியாய் வந்த இயேசுவே இயேசுவே இம்மானுவேலே மனிதனை மீட்க வந்த மகாபிரபுவே இயேசுவே இம்மானுவேலே மனிதனை மீட்க வந்த மகாபிரபுவே உன்னை கேட்கல பொருளையும் கேட்கல சொந்த கேட்கல சம்பந்த கேட்கல உன்னை கேட்கல பொருளையும் கேட்கல சொந்த கேட்கல சம்பந்த கேட்கல உன்னை கேட்கிறார் உள்ளத்தை கேட்கிறார் மகனாய் உன்னை மாற்றுவார் உன்னை கேட்கிறார் உள்ளத்தை கேட்கிறார் மகனாய் உன்னை மாற்றுவார் இயேசுவே இம்மானுவேலே மனிதனை மீட்க வந்த மகாபிரபுவே இயேசுவே இம்மானுவேலே மனிதனை மீட்க வந்த மகாபிரபுவே
തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണ്. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. 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 ആവോ ദാമാരോ നാലാട് കൂടണല്ലോ. ആവോ ദാമാരോ നാളാകെ ചുറ്റണല്ലോ. ആവോ ദാമാരോ നാടകെ കൂടിയിട്ട് ആവോ ദാമാരോ കുളി കൂടണല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ആവോ ദാമാരോ പിണ്ടിയൊടിച്ചു വന്നേ. ആവോ ദാമാരോ പിണ്ടിയും കുത്തിയല്ലോ. ആവോ ദാമാരോ തിരി കത്തുന്നല്ലോ. ലോകത്തിൻ പൊൻവിളക്കേ. Thank you all for the energetic performance. അടുത്തതായി വേദിയിൽ സ്കിറ്റാണ്. സ്കിറ്റിന്റെ പേര് അപ്പൂപ്പന്റെ ചെവി. മൂന്നോ പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുന്നു. പ്രിയരെ, അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു ദൃശ്യ ആവിഷ്കാരം അപ്പാപ്പന്റെ ചെവി. രചനയും സംവിധാനവും അപ്പൂപ്പൻ. രംഗത്തെ നിങ്ങളും നിങ്ങളെ അറിയുന്നവരും. ആദ്യമായി നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഇടവകയിൽ നിന്നും, പ്രത്യേകിച്ച് സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഈശോ മിശിഹായുടെ ബലമതിയ ഉദ്ധരത്തിനെ കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞല്ലോ മക്കളെ, ഇനി നമുക്ക് സുവിശേഷം വായിക്കാം. എന്റെ കൊച്ചുമോള് വായിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി.
എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. വിശേഷം വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടാം. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമാകാനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നോനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ മനസ്സിൻ ഭാരം കൂടുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ കയ്യും നെയ്യും തളരുമ്പോൾ കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ
നന്മനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ 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 അമ്മേ തായേ. ക്ഷണം തയ്യാറാകുന്നതുവരെ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം. ഞാൻ മൊബൈൽ കാണാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വരുന്നില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി അപ്പൂപ്പന്റെ കൂടെ തമാശ പറഞ്ഞിരിക്കാം. അപ്പൂപ്പന്റെ ചെവി എന്താ മൂടി വെച്ചിരിക്കുന്നത്? വലിയ വലിയ മഹാന്മാരുടെയും ചില വിശുദ്ധരുടെയും ചെവി മുടി കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈവരശി പുണ്യാളന്റെ ചെവിയും ഔസേപ്പ് പിതാവിന്റെ ചെവി അബ്ദുൽ കലാമിന്റെ മുടിയും ചെവിയുമുണ്ട്. ആരായി അബ്ദുൽ കലാം? അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹമല്ലേ ചന്ദ്രനിലേക്ക് വാണം പറ്റുന്നത്? വാണമല്ല അപ്പൂപ്പ, റോക്കറ്റ്. ലോക്കറ്റ് എങ്കിൽ ലോക്കറ്റ്. ലോക്കറ്റ് അല്ല, റോക്കറ്റ്. എന്നാൽ റോക്കറ്റ്. നിത്യസഹായ മാതാവിന്റെ പടം കണ്ടിട്ടില്ലേ? നമ്മുടെ പള്ളിയിലുണ്ടല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ണീശോയെ ചേർത്ത് പിടിച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ചെവി മൂടി പിടിച്ചിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ലേ? ചെവി അടച്ച് തല മൂടി അരപ്പട്ടയും തൂക്കിയിട്ടിരിക്കുന്ന ജപമാല വേറെ ഒന്നും ശ്രദ്ധിക്കാതെ കയ്യിൽ എടുത്ത് പിടിച്ച് ചൊല്ലുന്നത്. അപ്പോൾ അച്ഛന്മാർ ചെവിയടച്ച് വെച്ചിട്ടില്ലല്ലോ. മിടുക്കി. അച്ഛന്മാർ കുംഭസാരം കേൾക്കുന്നത് കൊണ്ട് അത് സൂക്ഷിക്കാതെ മറ്റേ ചെവിയിൽ കൂടി പുറത്തേക്ക് വിടും. ഇനി അപ്പൂപ്പൻ വേറൊരു തമാശ പറയാം. അപ്പൂപ്പന്റെ സുഹൃത്ത് പറഞ്ഞതാ. പുള്ളിക്കാരന്റെ മക്കൾ പാതിരാക്കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ മകനെ ആരും ഉറക്കത്തിൽ മാന്തുന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവന്റെ ഭാര്യയാണ്. കാര്യം തിരക്കിയപ്പോൾ അവൾ പറയുക, രാത്രിയിൽ പള്ളിയിൽ നിന്ന് കിട്ടിയ മുട്ട രാവിലെ കറിക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ മുട്ട പൊളിക്കുന്നത് സ്വപ്നം കണ്ടതാണെന്ന്. അപ്പൂപ്പന് ഉറക്കം വരുന്നു. ഇനി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. ബാക്കി നമുക്ക് നാളെ പറയാം. അപ്പൂപ്പന്റെ ചെവി ഈ മ്യൂസിക്കൽ സ്കിറ്റ് വേദിയിൽ അതിമനോഹരമായി അവതരിപ്പിച്ച എല്ലാവർക്കും അതോടൊപ്പം ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഒരു സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസ് ആണ്. വേദിയിൽ ആൻമരിയ ആൻഡ് ഏബൽ. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടു നിലാവേ കടവെന്തോണി കൂട്ടുതുഴഞ്ഞോടെ കുളിരും കായൽ കാറ്റിലുളഞ്ഞോടെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ
കന്നിപ്പെണ്ണെ കഞ്ചതളിത്തേനെ കണ്ടവാടെ കണ്ടെടുത്ത പട്ടു നിലാവേ കിളികൾ കാതോരും കൊഞ്ചും പോലെ ഉലകം വിതറും ചെഞ്ചില്ലം മൊഴിയാനേ ഹോ ഉളിരും ഗിരിയും പൂവും കൊണ്ട് ഹൃദയം പൊതിയും പൊഞ്ചിരിയാനേ ഹോ ഒന്നവളെ നീനച്ചാലേ മഴ പൊഴിയും ഓഹോ കണ്ണേ നീ കണ്ടാട്ടേ இருக்காண்டே கோபம் பழமா கலகு சின்ன கலகு சின்ன கிழிக்குதம்மா அருகம் புல்லு ஆட்டது போகேகுதம்மா பார்வையால ஆயுர்வேக தேகுதம்மா இவ காதல் இப்போ ஜோலியத்தான் காட்டுதம்மா You got big weather, I'm ready and ready. I need your yoga, never wanna get you leaving. Milo, I love what you do, and don't do this to me. Venda, don't do that. പള്ളിയിൽ വെച്ചന്ന് നമ്മൾ കണ്ട നേരത്തെ നീ കണ്ണു വച്ചും കണ്ണടിച്ചും ഇറങ്ങിയെന്നെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ നിനച്ചതല്ല പക്ഷെ ജീവിതം നീ പാടി നിന്ന് പതിച്ചെടുത്തു നാട്ടുനടപ്പത്തു തമ്മിൽ കാണുവാൻ വേല പക്ഷെ നല്ല കർത്താവെന്റെ കൂടെ പൊരുത്തപ്പെട്ടു ഇനി ആരും അറിഞ്ഞോട്ടെ പെണ്ണെ ഞാൻ വിടില്ല ഒന്നേ ഞാൻ വിടില്ല നിന്റെ പിടി വിടില്ല പെണ്ണെ ഞാൻ വിടില്ല എന്നെ നിന്നെ കൊന്നാലും കൊന്നേ നിന്റെ പിടി വിടില്ല സ്വപ്നത്തിലെ കണ്ട മുട്ടിയ കള്ളിപ്പണ്ണ സ്വപ്നത്തിൽ നിന്നെ കാണാൻ ഇറങ്ങി വന്നോള്ള കറുത്തൊരു മുത്തെടുത്ത് നിനക്കായി പോർത്തിടുന്നത് കഴുതിലിട്ടോട്ടെ മലയിൽ കുരുങ്ങി കെട്ടിയ മീനെ പൊന്നില്ലേ കണ്ടെഴുതി വന്നൊരു മാനെ പൊന്മാനെ മെല്ലെ കുലുങ്ങി ചുവഞ്ഞു വന്നാട്ട അനുഭവിച്ചു പടക്കണോ ആലമറ പള്ളിക്കൂട്ടം ആക്കോട മാറണി തായ്മൊഴിയിൽ കൽവി കെട്ട് തമിഴ്നാട്ടെ ഉയർത്തണോ ആളങ്ങളുടെ തോന്നിൽ കവലപ്പെട്ടേക്കാതെ കളവ് ജയിക്ക വീഴുമെന്ന കണ്ണെ മൂടി തൂങ്ങാതെ നിങ്ങളുടെ കുറ്റേ എങ്ങളുടെ കുറ്റേ അടിഞ്ഞാത്താങ്ക മണ്ണെ നാല് മണ്ണോ കൂട്ടു മണ്ണെ നോക്കി മണ്ണെ വീട്ടിൽ കൊതി മണ്ണെ നോക്ക മണ്ണെ നോട് മണ്ണോ കൂട്ടു മണ്ണെ നോക്കി മണ്ണെ വീട്ടിൽ കൊതി മണ്ണെ मुंडेरे चारी ओर नारी तेरे रे गंगा तारी पति गलिया तारे चंद करिया कन्नारे पति करिया सुडे कोरिले कन्नारे पत्त गलिया नेंगावे कन्नड कोरे इंदरा चंद मगनरे नेरे सदिराग नाने പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും നിന്റെ ഗീതകവും I wanna live my life for you, baby. You gotta tell me that you're
ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല അലരേ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല അലരേ അധരമൃത ജലശേഖരം നയനമദന ശിശിരാമൃതം തിരിമണിയെ ചെറുകിളികൾ മേഘനീലമൊഴുകിവരും എന്തൊരു മാതം എന്തൊരാവേശം ഒന്ന് അഴകേ ഒരു മധുരത്തിരാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല വളരെ താങ്ക് യു ആൻ മരിയ, ഏബൽ ആൻഡ് ജെൻസി ചേച്ചി. അടുത്തത് ഒരു സോളോ സോങ് ആണ്. വേദിയിൽ സുപ്രിയ അൽഫോൺസ ടോമി. ഇതരാതെ ഞാനാ കൈയിൽ കൈ
താങ്ക് യു സുപ്രിയ ഫോർ ദ മെലോഡിയസ് സോങ്. അടുത്തതായി സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസ് ആണ്. വേദിയിൽ മരിയ ചെറിയാൻ, മെറിൻ ചെറിയാൻ, സ്വീൻ ജോർജ് ആൻഡ് ജോസ്ന ജോസ്. ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. നീ എന്റെ അസിസ്റ്റന്റ് കൃഷ്ണനെ പൊക്കാൻ വന്നവനല്ലേ? അല്ല. പിന്നെ നീ എന്തിനാണ് അവന്റെ കൂടെ വന്നത്? ഞാൻ കൃഷ്ണന്റെ കൂട്ടുകാരനാ. നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. എന്താ അവിടെ അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയെ. അത് ടീച്ചർ താളം വിട്ടതിന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആരെയുണ്ട്? ഒരു കലാതിലകമായാലും കാവ്യമാധവനെ പോലെയോ മഞ്ജു വാര്യരെ പോലെയോ നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമക്കാരെന്നും വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിന് മുന്നിൽ തപ്പിക്കോളൂ. ഞാനതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ടയിട്ടോ. दिखा दूं तुझे मेरा भला डांस, ये मेरा भला डांस तो नाचो. ఎవరదిక రాజువో మరి నా రాజు బాగా నీతో ఎప్పుడు కిరికిరి. ఎవరదిక రాజువో మరి నా రాజు బాగా నీతో ఎప్పుడు కిరికిరి. కుర్చీని आजा उड़िए चल उड़िए, आजा उड़िए उड़ देखिए, आजा उड़िए चल उड़िए, आजा उड़िए उड़ देखिए. आधी गलियां से चल नचिए, हीरा दिया गलियां से चल नचिए. अभी जिंदगी है, on the dance floor कुड़िए.
പൊഴിക്കുന്ന കടൽ പോലെ സംഗീതം നുരയിടും കടൽ പോലെ സന്തോഷം പൊഴിക്കുന്ന കടൽ പോലെ പോലെ തുള്ളി തുള്ളി തുള്ളുമ്പോൾ സംഗീതം നിലാവായി ഉള്ളി ഉള്ളി തുടിക്കും പൂവെട്ടം Thank you, Maria, Marin, Sween and Josna for the energetic performance. അടുത്തതായി വേദിയിലെത്തുന്നത് ഒരു ചെറിയ കഥയുമായി ബെറ്റി ജോസ്. ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? കുറച്ച് വയസ്സായിട്ടോ, അത് കാരണത്തിൽ മറവിയൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ കഥയുടെ പേര് സൃഷ്ടി. ദൈവം ആദിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രപഞ്ചം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്, ശൂന്യമായിരുന്നു. ദൈവം ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, അങ്ങനെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടി കഴിഞ്ഞ് ദൈവം രാത്രി ചന്ദ്രനെ സൃഷ്ടിച്ചു, പകല് സൂര്യൻ, രാവും പകലും സൃഷ്ടിച്ചു. അഗാധമായ വെള്ളത്തിൽ നിന്നും കരയെയും കടലെ വേർതിരിച്ചു. കടലിൽ മത്സ്യങ്ങളുണ്ടായി, കരയിൽ ഇഴജന്തുക്കള്, പക്ഷികള്, ആകാശത്തിൽ പറവകള് എല്ലാം സൃഷ്ടിച്ചു. ദൈവം 6 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തോന്നി, സൃഷ്ടിയൊന്നും ശരിയായില്ലല്ല. ഇഴജന്തുക്കൾ അവരുടെ ഇണയും തുണയുമായിട്ടൊക്കെ നടക്കുന്നു, ഇപ്പം ആകാശപ്പറവുകൾ അവരും അങ്ങനെ നടക്കുന്നു, പക്ഷെ നമുക്ക് ഒരു സന്തോഷം തോന്നുന്നില്ല. അപ്പോൾ ദൈവം എന്ത് പറയുന്നു അറിയാമോ? നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്കൊരു മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് ഒരു മനുഷ്യന് രൂപപ്പെടുത്തി. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതി. അങ്ങനെ ആ മനുഷ്യൻ ജീവനുള്ളതായി തീർന്നു. അവൻ്റെ പേരാണ് ആദം. അവന് കിഴക്ക് ഏദൻ തോട്ടത്തിൽ ഒരു തോട്ടമുണ്ടാക്കി അതിൽ ഈ ആദത്തിനെ അവിടെ പാർപ്പിച്ചു. അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് ദൈവത്തിനൊരു സങ്കടം, അവന് ഇണയും തുണയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ദൈവം എന്തെന്നറിയാമോ? അവനെ ഗാഢനിദ്രയിലാക്കി. അവൻ്റെ വാരിയയിൽ നിന്ന് ഒരെണ്ണം ഊരിയെടുത്ത് അവിടെ മാംസം കൊണ്ട് മൂടി അതിൽ നിന്നും ഒരു സ്ത്രീക്ക് ജന്മം നൽകി. അവളെ ആദം ഹവ്വ എന്ന് വിളിച്ചു. ജീവനുള്ളവരുടെ മാതാവെന്നാണ് ഹവ്വയുടെ അർത്ഥം. അങ്ങനെ ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ തൻ്റെ ഹണിമൂൺ ആഘോഷിക്കുന്ന സമയത്ത് ഒരു ദിവസം ആദമില്ലാത്ത സമയത്ത് ഹവ്വ തോട്ടത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പൂവാലൻ പാമ്പ് മരത്തുമേൽ ചുറ്റിക്കിടന്നുകൊണ്ട് ചോദിച്ചു, ഹവ്വ ചേച്ചി, ആദം എവിടെ? അദ്ദേഹം ഇവിടെ ഇല്ല. നിനക്കെന്താ ഇവിടെ കാര്യം? എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരോട് സംസാരിക്കേണ്ടെന്നാണ്. പക്ഷേ ഹവ്വ ചേച്ചിയോട് ദൈവം പറഞ്ഞിട്ടുണ്ടോ ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആ ഒരു പഴം കഴിക്കരുതെന്ന്? ദൈവം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒന്ന് കഴിച്ചു നോക്കിയേ, എത്ര സുന്ദരമായ പഴമാണെന്നറിയാമോ, നല്ല മധുരമുണ്ട്. അങ്ങനെ അവൾ ആ വാക്ക് കേട്ട് അവനോട് മറുതലയൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്നു. രാത്രിയിൽ ഹവ്വ ചേച്ചിക്ക് ഉറക്കം വന്നില്ല. ആദം ചോദിച്ചു, ഹവ്വ നിനക്ക് എന്ത് പറ്റി? അവളൊന്നും മിണ്ടിയില്ല. അവൾ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ ആദം കാണാതെ ആ തോട്ടത്തിന്റെ അടുത്ത് ചെന്ന് ആ പഴം പറിച്ചു തിന്നു. അവളുടെ കണ്ണുകൾ തുറന്നു. ഒരെണ്ണം അവൾ ആദത്തിനും കൊടുത്തു. രണ്ടുപേരുടെയും കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് അവർക്ക് തോന്നിയത് തങ്ങൾ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല എന്ന്, തുണി ഉടുത്തിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും ഒരു വൃക്ഷത്തിന്റെ പുറകിൽ ഒളിച്ചു. അത്തിയിലകൾ കൊണ്ട് ഇലകൾ തയ്യാറാക്കി അവർ നാണം മറച്ചു. വൈകുന്നേരമായപ്പോൾ സാവാന്യ സവാരിക്ക് ദൈവം വന്നു. ആദം നീ എവിടെ? അവനൊന്നും മിണ്ടുന്നില്ല. ഹവ്വ നീ എവിടെ? അവളും കൊണ്ടും മിണ്ടുന്നില്ല. അപ്പോൾ ദൈവം ചോദിച്ചു, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴത്തിന്റെ പഴം നിങ്ങൾ പറിച്ചു തിന്നു അല്ലേ? അപ്പൊ ആദം പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ അവൾ തന്നപ്പോൾ ഞാൻ തിന്നു, നല്ല മധുരമുള്ള പഴമായിരുന്നു. അപ്പൊ ഹവ്വ ചേച്ചി പറഞ്ഞു, ആ പിശാച് എന്നെ പറ്റിച്ചു, അവനാണ് എന്നോട് പറഞ്ഞ നല്ല മധുരമുള്ള പഴമാണെന്ന്. ദൈവത്തിന് ദേഷ്യം വന്നു. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴത്തിന്റെ പഴം തിന്നതുകൊണ്ട് എടാ പിശാചേ, നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കും. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അങ്ങനെ ദൈവം അവനെ ശപിച്ചു. നീ പൊടിയിലൂടെ നടക്കും, ഇഴഞ്ഞു നടക്കും എന്ന് ശപിച്ചു. സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ വാക്കുകൾ കേൾക്കാത്തത് കൊണ്ട് നീ പ്രസവിച്ച്
പ്രസവവേദന അനുഭവിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അങ്ങനെ അവർ രണ്ടുപേരെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി അവിടെ കെരൂബുകളെ സ്ഥാപിച്ചു. ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാതെ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് ഇന്നും മനുഷ്യര് ഇതുപോലെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നു. എൻ്റെ കഥ ഇവിടെ തീർന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബേറ്റി ചേച്ചി. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ അനുഗ്രഹവേളയിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച നമ്മോടൊപ്പമായിരുന്ന ഫാദർ ലിജിൻ വൈദിക വൃന്ദത്തിലെ ഒരു കണ്ണിയാകാൻ സാധിച്ചതിലുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഫാദർ ലിജിൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. ആ 10-12 വയസ്സുള്ള ലിജിനാണ് എൻ്റെ മനസ്സിലുള്ളത്. നല്ല സ്മാർട്ടായി, നല്ല ഗുണ്ടുമണിയായി ഓടി നടക്കുന്ന ലിജിനെയാണ് ഞാൻ ഓർക്കുന്നത്. അച്ഛന് എല്ലാ നന്മകളും നേരുന്നു. മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെയോ വസന്തത്തിലെ പനിനീർ പൂ പോലെയോ അച്ഛൻ്റെ ഭാവി ജീവിതം പ്രശോഭിക്കട്ടെ, മഹത്വപൂർണമാകട്ടെ എന്ന് ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ഈശോയെ ചങ്കോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ടീച്ചർ. കലാപരിപാടികളിലെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമാണ് സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസ്. വേദിയിൽ ജൂഡിത്ത് ഡിന്നിച്ചൻ, എബിൻ, ഏബിൾ ജോസഫ്, റോഷൻ റോജി, നോയൽ കുര്യാക്കോസ്, ആൻമരിയ ജോസഫ്, ആഗ്നസ് ജോമോൻ, സുപ്രിയ അൽഫോൻസ, റോസ്മി റോജി ആൻഡ് ഏഞ്ചൽ ജോമോൻ. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. നിന്നുള്ളിൽ പ്രേമമുണ്ടാകുമാറാകണം, പാപമാണെന്നെ നീ നോക്കുമാറാകണം. ചന്ദ്രം വഴിയുന്ന നിന്നുടെ മോഹന രൂപമെൻ സ്വന്തമായി തീരുമാറാകണം. ഞാൻ ഇത് കട്ടായി കൊടുക്കുന്നേ. Every time you hide that in the dark, never let you free out of my sight. You know you want me right. It's coming what you do. Don't know where to look for you. I'm sorry, you give me through. Cause I wanna be a man. നെയ്യെടുത്ത് നിറച്ചു വെച്ചു, നല്ല വെണ്ണിലാവിൽ 100 കോടി മടക്കി വെച്ചു, നാട്ടിലാകെ പൈക്ക് വച്ച് പാടി മേലു. ഇനി നാടടക്കും കല്യാണ വിളി വിളിക്കൂ. അച്ഛനമ്മ മാറുവന്നു പള്ളു വിളിച്ചാൽ ഞാൻ കർത്താവിന്റെ രൂപം ചൂണ്ടി കാട്ടിക്കൊടുക്കും. ഇനി ആരും എന്തും പറഞ്ഞോട്ടെ, എല്ലാം പെണ്ണേ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല എന്നെ പിടി വിടില്ല, ഇല്ലോ പെണ്ണേ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും കൊള്ളേ നിന്റെ പിടി വിടില്ല. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റുള്ളൂ. കരുവാട് ഉറവച്ച ചോറ് ഊട്ടിവിട നീ പൊതും എന്നൊക്കെ മുത്തമത്തിനെത്തിയില്ല മാർഗത്തിനെത്തിയില്ല ചെറുവിട തോണ് തടിയെന്നൊക്കെ. കരുവാട് ഉറവച്ച ചോറ് ഊട്ടിവിട നീ പൊതും എന്നൊക്കെ മുത്തമത്തിനെത്തിയില്ല മാർഗത്തിനെത്തിയില്ല ചെറുവിട തോണ് തടി. അതെ അതെ, ചെന്തെങ്ങിന്റെ കുളിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം.
పొద్దులో పూల జడ ఎత్తుతుంటే పుష్టను గడుతుంటే ఏ కన్ను చూడకుండా కన్ను నాకు కొడుతుంటే ఇదంతా పాట కచ్చరా నిన్ను చూస్తే ఎట్నో ఉంటాది గుండె గట్టిగా కొట్టేసుకుంటాది అట్లే ఉంటాది పెట్టేసుకుంటాది സ്റ്റോപ്പ് ഈ ജിഗ് ജിഗുന്നുള്ളല്ലാതെ വേറെ മ്യൂസിക് വല്ലതും ഉണ്ടോ कुछ होता है प्यार किया तो डरना क्या मैंने प्यार किया अरे प्यार किया तो काय को डरना रे तू Get your money up. I'm money down. I'm out of luck. I'm out people down. All what I love. കുഞ്ഞാളെ പൊളിക്കണം നോക്കാളെ പടികരികിൽ നിനക്ക് എന്താ പ്രശ്നം? ഒരു മിനിറ്റ് റോക്കി, നീ സ്നിക്കേഴ്സ് കഴിക്കാൻ. എന്തിന്? കാരണം നിനക്ക് വിശക്കുമ്പോ നീ ഹീറോയിൻ പോലെ ആവും. கொஞ்சம் படிமா தனிமா ஐயோ என்றமா மாயாடி பாடி பாடி பாப்போம் கலையாரு தாய் கிளவி 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 ഇത്രയല്ലേ ഉള്ളൂ?
അല്ല ഇനിയുണ്ട്. ഇഷ്ടം കൂട്ടാൻ ബാബാ പെണ്ണേ കുഴലാകെ പ്രേമക്കൊഴുപ്പിട്ടോ നെറ്റിപ്പൊട്ട് ചേറും ഒപ്പിച്ചില്ലേ മുൻകിടി എന്തോ മാറ്റി ഇപ്പൊ ശരിയായില്ലേ? ശരിയായി. എല്ലാത്തിനും പത്തോട്. Thank you all for the vibrant performance. പരിപാടികൾ അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ സ്നേഹവിരുന്നുണ്ട്, അതിൽ സംബന്ധിക്കുവാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു.